ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഞാൻ ആക്ച്വലി എൻ്റെ പഴയ സെറ്റിങ്ങിലേക്ക് വന്നു. ഞാൻ ഓൾറെഡി വേറെ ക്യാമറ വെച്ച് വേറെ സെറ്റിംഗ് വെച്ചിട്ട് ഞാൻ എല്ലാം റെക്കോർഡ് ചെയ്തതായിരുന്നു. പക്ഷേ തിരിഞ്ഞ് വന്ന് എന്തൊക്കെയോ പ്രശ്നങ്ങളായി. ഒന്നും പറയണ്ട, എനിക്ക് രണ്ട് സംഭവം പറ്റി അതേപോലെ വീണ്ടും സംഭവിച്ചു. പകുതി റെക്കോർഡായില്ല, തിരിഞ്ഞു പോകുന്നു ക്യാമറ പെട്ടെന്ന്. എന്തൊക്കെയോ എനിക്ക് വയ്യ. ഞാൻ ആക്ച്വലി ഇന്ന് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വേണ്ടാന്ന് വിചാരിച്ചാണ്, പക്ഷെ എന്നാലും ഗിവ് അപ്പ് ചെയ്യാൻ തോന്നുന്നില്ല. ഓക്കെ, അപ്പം ഞാൻ വെച്ചു ഇങ്ങനെ ഇരിക്കട്ടെ തൽക്കാലം. എനിക്ക് ഓക്കെ, ഈ സെറ്റിംഗ് ആണ് നല്ലത് എന്നായിരിക്കും ദൈവം പറയുന്നത് അല്ലേ. അവിടെ ഇരിക്കട്ടെ, ശരി. അങ്ങനെ അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഞാൻ എടുത്തത് ഓൾറെഡി ഞാൻ ചെയ്ത റീഡിംഗ് ആയിരുന്നു. പക്ഷേ 2 പൈലൊക്കെ വെച്ചൊക്കെ ഞാൻ ചെയ്തതാണ്. പക്ഷേ ഇനിയിപ്പോൾ അത്രയ്ക്ക് എനിക്ക് എനർജി ഇല്ല. തൽക്കാലം നിങ്ങൾക്കൊരു റീഡിംഗ് എത്തിക്കണം എന്ന് മാത്രമാണ് എൻ്റെ ഒരു മനസ്സിൽ. ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഒരു പേടി പിടിച്ചു മനസ്സിൽ. ഓക്കെ, വേറെ കാര്യം കൂടി, സെൽഫ് ലവ് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് May 1 തൊട്ട്. ഞാൻ അതിൻ്റെ മാക്സിമം ആദ്യത്തെ ദിവസം ഞാൻ എല്ലാവർക്കും ആക്ടിവിറ്റി കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആരെയും ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യില്ല. അതുവരെ ഞാൻ എടുക്കുള്ളൂ. ഓക്കെ, ഈ വീക്ക് വേഗം നിങ്ങൾ വേണമെങ്കിൽ ബുക്കിംഗ് ചെയ്യാം. ഈ 1 വീക്ക് നിങ്ങൾക്ക് ഉണ്ട് ടൈം. ബുക്കിംഗ് തരാം, ബുക്കിംഗ് എടുക്കാം. ഈ ക്ലാസ് കൊണ്ട്, സെൽഫ് ലവ് ഗ്രാറ്റിറ്റ്യൂഡ് ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ആക്ച്വലി നിങ്ങൾ പേഴ്സണലി ചോദിക്കുമ്പോൾ പറയാലോ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം എനിക്കങ്ങനെ എന്തോ പറയാൻ തോന്നിയില്ല. ഓക്കെ, ഇതിൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളെയുമാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ സപ്പോസ് നിങ്ങൾ ലൈഫിൽ റിലേഷൻഷിപ്പിൻ്റെ പ്രശ്നങ്ങൾ, കരിയറിലെ പ്രോബ്ലംസ്, ഫൈനാൻഷ്യൽ ഇഷ്യൂസ് നിങ്ങളുടെ ലൈഫിൽ, പിന്നെ വേറെന്തൊക്കെയാണ്, ഹെൽത്ത് ഇഷ്യൂസ്, അല്ലെങ്കിൽ എന്ത് തന്നെ ആയാലും ഓക്കെ, നിങ്ങളുടെ മെൻ്റലി ഫിസിക്കലി എന്ത് ഇഷ്യൂസ് നിങ്ങൾക്കുണ്ടെങ്കിലും ഓക്കെ, നമ്മൾ എല്ലാത്തിനും ഒരു സൊല്യൂഷൻ കിട്ടാൻ പോലെയാണ് നമ്മുടെ ഓരോ ആക്ടിവിറ്റീസും ഉണ്ടാവുക. ഓക്കെ, ഈ 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. 21 ദിവസം ഡെയിലി ചെയ്യേണ്ട ചില കാര്യങ്ങൾ ആദ്യമേ ഞാൻ പറയും. ഓക്കെ, ആദ്യം ഞാൻ പറഞ്ഞു തരും. അത് നിങ്ങൾ ഡെയിലി ഫോളോ ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, എല്ലാം സജഷൻസ് ആണ് കേട്ടോ. എല്ലാം ഞാൻ പറഞ്ഞു തരുന്നു, നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ്. സോ എനിക്ക് പറഞ്ഞു തരാൻ മാത്രമേ സാധിക്കൂ സ്റ്റാർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആവും എന്ന് എനിക്കറിയാം. നിങ്ങളത് ശ്രമിക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ ലൈഫിലൊരു മാറ്റം നിങ്ങൾക്ക് 21 ദിവസം കൊണ്ട് കൊണ്ടുവരാൻ സാധിക്കും തീർച്ചയായിട്ടും. ഓക്കെ, പിന്നെ ഈ ഡെയിലി ചെയ്യേണ്ട ആക്ടിവിറ്റീസ് അല്ലാതെ പിന്നെ നമ്മൾ ഡെയിലി നമ്മുടെ ലൈഫിൽ വരുന്ന ബ്ലെസ്സിങ്സ് കാണാനും അത് തിരിച്ചറിയാനും അതിന് നമ്മൾ നന്ദി പറയാനും ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഓക്കെ, ആ ഗ്രാറ്റിറ്റ്യൂഡ് പറയലുകൊണ്ട് നമ്മുടെ ലൈഫിലേക്ക് കൂടുതൽ ബ്ലെസ്സിങ്സ് അട്രാക്റ്റ് ആയിട്ട് വരും. അപ്പോൾ അതൊരു ശീലം നമ്മൾ കൊണ്ടുവരാം. ഓക്കെ, നല്ലത് കാണാൻ നമ്മൾ ശ്രമിക്കുക ഓരോന്നിലും. അങ്ങനെയൊക്കെ നമ്മൾ, അതുപോലെ ഞാൻ സപ്പോർട്ട് ഉണ്ടാവും, എൻ്റെ സപ്പോർട്ട് ഫുള്ളി ഉണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ ഞാൻ അവിടെ ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് ഗൈഡ് ചെയ്ത് തരാൻ എന്നെക്കൊണ്ടാവുന്ന പോലെ കേട്ടോ. സോറി, ഞാൻ അങ്ങനെ വലിയ ഇതായിട്ടല്ല ഞാൻ പറയുന്നത്. എന്നെക്കൊണ്ടാവുന്ന തരത്തിൽ ഞാൻ കണ്ടതും കേട്ടതും പഠിച്ചതും അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എനിക്ക് ഒരു അല്പമെങ്കിലും എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചാൽ എനിക്കതൊരു സന്തോഷമാണ്. ഞാൻ ഉണ്ടാവും കൂടെ മാക്സിമം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ പറയാം. നിങ്ങളുടെ ടെൻഷൻസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം നിങ്ങൾക്ക് എന്നോട്. അതിനനുസരിച്ചിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് അവിടെ. പിന്നെ അത് ഞാൻ പറയുന്നത് മാത്രമല്ല, മറ്റുള്ളവർ കൂടി അവരെ പ്രോബ്ലംസോ കാര്യങ്ങളോ അവർ അനുഭവിക്കുന്ന ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ഓരോ കാര്യത്തിനെ കുറിച്ച് അനലൈസ് ചെയ്ത് നമ്മൾ വരുമ്പോൾ നിങ്ങൾക്കതൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. മറ്റുള്ളവരെ കേൾക്കുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ആ രീതിക്കും ഉണ്ട്. പിന്നെ ഡെയിലി നമ്മളൊരു ടാസ്ക് ഞാൻ തരും. ആ ഡെയിലി ടാസ്ക് നിങ്ങൾ അന്നത്തെ ദിവസം സമയമെടുത്ത്, അന്നത്തെ ദിവസം മുഴുവൻ നിങ്ങൾക്ക് സമയം കിട്ടും. ഓക്കെ, പെട്ടെന്ന് അങ്ങനെ ഒരുപാട് ഹെവി ആയിട്ടുള്ള വർക്കൊന്നും ആയിരിക്കില്ല. ചെറിയ കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ള, പോസിറ്റീവ്നെസ് കാണാനുള്ള, ഓക്കെ, സെൽഫ് വർത്ത് മനസ്സിലാക്കാൻ, സെൽഫ് വാല്യൂ റിയലൈസ് ചെയ്യാൻ, നമ്മുടെ ലൈഫിലുള്ള ബ്ലെസ്സിങ്സ് കാണാൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ്. ഓക്കെ, അതെല്ലാ ഇതിനെയും ഞാൻ പറഞ്ഞത് അതാണ്. ഫൈനാൻസിൻ്റെ കാര്യങ്ങളായാലും ഹെൽത്തിൻ്റെ കാര്യങ്ങളായാലും റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങളായാലും എല്ലാം, മണി, എന്ത് ഇഷ്യൂസ് നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിലും അതിനെല്ലാത്തിനും നമ്മൾ ഓരോ ആക്ടിവിറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ടാവും. അതിനെല്ലാം ബെറ്റർ ആക്കി എടുക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള രീതിയിൽ നമുക്ക് അപ്രോച്ച് അങ്ങനെയാണ്. സോ ഈ ഒരു 21 ദിവസത്തെ ജേർണി നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ ലൈഫിനെ ഒരു സ്ട്രക്ചറാക്കി നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും അത് ചെയ്യുമ്പോൾ. ഓക്കെ, അത് പിന്നെ നിങ്ങൾ അങ്ങോട്ട് ഫോളോ ചെയ്യാൻ തുടങ്ങുമ്പോൾ കൂടുതൽ നിങ്ങൾക്ക് അതിൻ്റെ തീർച്ചയായിട്ടും അതിൻ്റെ ബെനിഫിറ്റ് കാണും, എനിക്ക് ഉറപ്പാണ്. ഓക്കെ, പിന്നെ വേറെ എന്താണ് ഇതിനെക്കുറിച്ച് പറയാൻ? ഓക്കെ, ഫീസ് കാര്യങ്ങൾ നിങ്ങൾക്ക് എന്നോട് പേഴ്സണൽ മെസ്സേജ് ഇട്ട് ഞാൻ പറയാം. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. 1-ാം തീയതി 2-ാം തീയതി വരെ മാക്സിമം, കാരണം ഞാൻ 1-ാം തീയതി വരുന്നത് ബുധനാഴ്ച മറ്റാണ്. സോ
മേ ബി ഞാൻ 1-2 ദിവസം ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്താലും ആക്ടിവിറ്റീസ് തുടങ്ങാൻ ചിലപ്പോൾ 1-2 ദിവസം ഞാൻ ഡിലേ ചെയ്തെന്ന് വരും. കാരണം എല്ലാവർക്കും ഒരു ഫ്രൈഡേ സാറ്റർഡേ ഒക്കെ ആകുമ്പോൾ നമ്മൾ ആ ഫസ്റ്റ് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ എല്ലാവർക്കും ഒരു കംഫർട്ട് ഉണ്ടാവും അല്ലേ. അപ്പം ഞാൻ അതിനനുസരിച്ച് ചിലപ്പോൾ പ്ലാൻ ചെയ്തു എന്ന് വരും. പക്ഷെ ഗ്രൂപ്പ് തുടങ്ങും, എന്തായാലും ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ കാര്യങ്ങൾ പറയാൻ തുടങ്ങും. അപ്പം നിങ്ങൾ എത്രയും വേഗം നിങ്ങൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കാം. അങ്ങനെ വലിയ ഫീസൊന്നുമല്ല. ഓക്കെ, പ്ലീസ് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽ എടുക്കാം. വേറെ എന്തെങ്കിലും അറിയണമെങ്കിൽ എന്നോട് പേഴ്സണലി ചോദിക്കാം. ഓക്കെ, നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, എടുത്തോളൂ. ഓക്കെ, അപ്പം ഇന്നത്തെ നമ്മുടെ ലൈഫ് പർപ്പസ് എന്താണ് എന്ന് നോക്കാനാണ് ഇന്നത്തെ റീഡിങ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പർപ്പസ് ഉണ്ടോ, എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഓരോ പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് പഠിപ്പിക്കാനാണ്, എന്തിലേക്ക് എത്തിക്കാനാണ്, ഓക്കെ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചില കാര്യങ്ങൾ അനുഭവിക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, 9 ഓഫ് കപ്സ് ആണ്, Ace of Wands, Page of Swords, 10 of Wands, Ace of Swords, Ace, 10 of Pentacles, okay, 2 of Wands, 5 of Cups, and the Devil. Devil and the Fool, very good. ഏസ് ഓഫ് കപ്സ് അടക്കം ഇനി എന്താ വേണ്ടത്? 3 ഏസ് ആണ് ഇവിടെ ഒരു റീഡിങ്ങിൽ വരുന്നത്. ഇതൊക്കെ എത്രയും പോസിറ്റീവ് റീഡിംഗ് ആയിട്ട് നിങ്ങൾ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾ അപ്പോഴേക്കും ഇതിൽ നെഗറ്റീവ് ആലോചിക്കാൻ ശ്രമിക്കണ്ട. ഇപ്പം എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഇല്ലല്ലോ എന്ന് പറയരുത് ഒരിക്കലും. ഓക്കെ, ഇത് വരും എൻ്റെ ലൈഫിൽ എന്ന് നിങ്ങൾ ക്ലെയിം ചെയ്യാം. ഓക്കെ, ഡെവിൾ കാർഡ് ഇതാ. ഈ ഒരു നെഗറ്റീവ് തോട്ട്, നെഗറ്റീവ് തിങ്കിങ്, നിങ്ങളുടെ നെഗറ്റീവ് മൈൻഡ്, ഇതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ബ്ലോക്കേജ് ഇവിടുത്തെ. ഏറ്റവും വലിയ തടസ്സം ഇതാണ്. നിങ്ങളുടെ ലൈഫിലെ ബ്ലെസ്സിങ്സിനെ സ്റ്റോപ്പ് ചെയ്യുന്നത് ഈ ഒരു കാര്യമാണ്. ഓക്കെ, അത് ആദ്യം തന്നെ മനസ്സിലാക്കാം. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ചത് എന്തോ നേടാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് എന്തൊക്കെയോ ആഗ്രഹങ്ങളുണ്ട് എന്ന് പറയാം. ആ ആഗ്രഹങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ഇഷ്ടമുള്ള ഒരു കാര്യം റിലേറ്റഡ് ആയിരിക്കാം. ഓക്കെ, ഏസ് ഓഫ് വാൻസ് എന്ന് പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും ഒരു പാഷനെ കുറിച്ചായിരിക്കാം ചിലവർക്ക്. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു എന്ന് പറയാം. നിങ്ങൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിൽ വരും. ഓക്കെ, പേജ് ഓഫ് സോർഡ്സ് ഉണ്ട്, നിങ്ങൾ അതിനു വേണ്ടി ഒരു തയ്യാറെടുക്കുന്നതായിട്ട്. ഓക്കെ, ഒരു ആക്ഷൻ എടുക്കാൻ നിങ്ങൾ തയ്യാറാവേണ്ടതുണ്ട്. ആ ഒരു തുടക്കമായിരിക്കാം നിങ്ങൾക്ക് ബ്ലോക്കേജ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയില്ലേ, നമ്മളൊരു ഫസ്റ്റ് സ്റ്റെപ്പാണ് നിങ്ങളുടെ ബ്ലോക്കേജ് വരുന്നത്. ആ ഫസ്റ്റ് സ്റ്റെപ്പ് ബ്ലോക്കേജ് നിങ്ങൾക്ക് വരുന്ന ഒരു ആക്ഷൻ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. നിങ്ങൾ ഇപ്പോഴും പേജിൻ്റെ ലെവലിലാണ് നിൽക്കുന്നത്, ഏസിൻ്റെ ലെവലിലേക്ക് നിങ്ങൾ എത്തില്ല. മീൻസ് ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കുറവുണ്ട്. പേജിനും ആക്ച്വലി ഇത് പേജ് ഓഫ് സോർട്സ് പറയുമ്പോഴും നമ്മൾ ആക്ഷൻ എടുക്കുന്ന കാര്യമാണ്, ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ കാര്യമാണ്, ഒരു എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുന്നതായിട്ടാണ്. പക്ഷെ ഒരു ലേശം പേടി, നമ്മൾ പറയില്ലേ, ഒരു ഫിയർ നമ്മളെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ഒരു മെച്യൂരിറ്റി കുറവുണ്ട് ഇവിടെ. ആ ഒരു ലേശം നമുക്കൊരു പേടിയുടെ കാര്യം, ധൈര്യക്കുറവ് എന്ന് പറയാം. ഇവിടെ ഏസ് ഓഫ് സോർട്സിൻ്റെ ലെവലിലേക്ക് നിങ്ങൾ എത്തണം എന്നാണ്. ഓക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആക്ച്വലി എന്തെങ്കിലും വരാൻ വേണ്ടി വെയിറ്റിംഗ് ആയിരിക്കും. നിങ്ങളൊരു ഇൻഫർമേഷന് വേണ്ടി വെയിറ്റിംഗ്, അല്ലെങ്കിൽ ഒരാൾ വരാൻ വെയിറ്റിംഗ്, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഈ ഒരു അബണ്ടൻസ് വരാൻ നിങ്ങൾ വെയിറ്റ് ചെയ്യായിരിക്കാം, നിങ്ങളുടെ ഒരു ആഗ്രഹം നടന്നു കാണാൻ നിങ്ങൾ വെയിറ്റ് ചെയ്യായിരിക്കാം. പക്ഷെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കാൻ പാടില്ല അല്ലേ, ആക്ഷൻ എടുക്കണം നമ്മൾ. നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നാൽ വെയിറ്റ് ചെയ്യലേ ഉണ്ടാവുള്ളൂ. അതിന് വേണ്ടി ഒരു ആക്ഷൻ കൂടി നമ്മൾ എടുക്കണം. കോൺഫിഡൻസ് വേണം നമുക്ക് അതിന്. ആൻഡ് ഇവിടെ 5 ഓഫ് കപ്സ്. ഓക്കെ, ഇതിൻ്റെ നെഗറ്റീവ് ഞാൻ പറഞ്ഞുതരാം. 5 ഓഫ് കപ്സ് ആൻഡ് 10 ഓഫ് വോൺസ് ആണ്. ഓക്കെ, നിങ്ങൾക്കിത് ആലോചിച്ചിട്ട് നിങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇനിയും എപ്പോഴും എനിക്ക് ലൈക്ക് ഒന്നാമത്തെ കാര്യം ഇവിടെ ഓവർ ബേർഡൻ എടുത്ത് വെച്ചായിട്ട് പറയാം. ഓക്കെ, ഒരുപാട് നിങ്ങൾ അവനവൻ്റെ മേലെ ബേർഡൻ എടുത്ത് വെച്ചായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ടെൻഷൻ ആക്ച്വലി ബേർഡൻ എന്ന് പറയുമ്പോൾ നമ്മൾ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നത് മാത്രമല്ല, അവനവൻ്റെ മേലെ ഒരു പ്രഷർ കൊടുക്കില്ലേ, ഇത് അച്ചീവ് ചെയ്തേ പറ്റൂ, എനിക്കൊരാഗ്രഹമുണ്ട്, ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്കിത് അച്ചീവ് ചെയ്ത് കാണിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിട്ടൊരു ഫീലിംഗ് ഇല്ലേ, ആ ഫീലിംഗും ആവാം. ഇതും ഒരു ബേർഡൻ ആണ് നമ്മുടെ മേലെ അല്ലേ, അതും ഒരു ബേർഡൻ തന്നെയാണ്. പക്ഷെ അപ്പം നിങ്ങൾക്ക് എന്താ ഉണ്ടാവുന്നത് വെച്ചാൽ ഫിയർ ഓഫ് ഫെയിലിയർ, നഷ്ടങ്ങളുടെ പേടി, നഷ്ടപ്പെടുമോ എന്നുള്ള പേടി, അല്ലെങ്കിൽ ഓൾറെഡി ചിലപ്പോൾ മുമ്പ് വല്ലപ്പോഴും ശ്രമിച്ചിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല, അപ്പം അതിനെക്കുറിച്ചുള്ള പേടി, ടെൻഷൻ. ഓക്കെ, നിങ്ങൾക്ക് ധൈര്യമില്ല ദാറ്റ് ഇനിയും അങ്ങനെ സംഭവിച്ചാലോ, അല്ലെങ്കിൽ ഇനി അത് എങ്ങാനും ഞാൻ ശ്രമിച്ചിട്ട് എനിക്ക് കിട്ടിയില്ലെങ്കിൽ മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള പേടികൾ, ആ ഒരു പ്രഷർ നമ്മുടെ മേലെ, എനിക്ക് പ്രൂവ് ചെയ്ത് കാണിക്കണം, കാണിച്ചില്ലെങ്കിൽ എന്താവും എന്ന് വിചാരിച്ചു. പക്ഷെ എന്താ ഉണ്ടാവുന്നത്, നിങ്ങൾ ആക്ഷൻ തന്നെ എടുക്കുന്നില്ല. ഓക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്ത് മാത്രം ഇരിക്കുകയാണ്, ഇതിനെക്കുറിച്ച് ചിന്തിച്ച് മാത്രം ഇരിക്കുകയാണ്, ആക്ഷൻ എടുക്കുന്നില്ല. ഓക്കെ, പ്ലാനിങ് ഒക്കെ ഉണ്ട്, നിങ്ങളുടെ മൈൻഡിൽ പ്ലാനൊക്കെ ഉണ്ട്, പക്ഷെ അതിനെ ഒരു ആക്ഷനായിട്ട്, ഒരു സ്റ്റെപ്പായിട്ട് മുന്നോട്ട് മാറുന്നില്ല. അവിടെയാണ് പ്രശ്നം വരുന്നത്. പക്ഷെ അത് ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു ആക്ഷൻ, ഈ ഒരു
ലൈക്ക് തോട്ട് ഉണ്ട്, നിങ്ങളുടെ ഉള്ളിൽ ഒരു തോട്ട് ഉണ്ട്, ഒരു ആഗ്രഹമുണ്ട്, ആ ആഗ്രഹത്തിന് വേണ്ടി പ്ലാനിങ് ഉണ്ട്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം, എല്ലാം അറിയാം. നിങ്ങളെല്ലാം അറിയുന്ന ഒരു വ്യക്തിയാണ്. എല്ലാ നോളജും നിങ്ങളുടെ കയ്യിലുണ്ട്, ഇൻഫർമേഷൻ നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് മീൻസ് ക്ലിയർ ആണ്, നിങ്ങളുടെ മൈൻഡ് ഓക്കെ. നിങ്ങൾ എല്ലാ പ്ലാനിങ് ഉണ്ട്, നിങ്ങൾ എല്ലാം സ്ട്രാറ്റജൈസ് ചെയ്ത് നിങ്ങൾ റെഡിയൊക്കെ ആക്കിയിട്ടുണ്ട്. പക്ഷെ ഈ ഒരു സ്റ്റെപ്പാണ് പ്രശ്നം. ഓക്കെ, ഈ ഒരു ആക്ഷനിലേക്ക് അത് കൺവേർട്ട് ആവണം. നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക മാത്രമാണ്. നിങ്ങൾ അതിനെ ചെയ്യണം എന്ന് ആലോചിച്ച് എനിക്ക് വേണം, ഈ ഒരു സാധനം വേണം എന്ന് പറഞ്ഞ് നിങ്ങൾ തിങ്കിങ് മാത്രമാണിത്. ഓക്കെ, അത് പക്ഷെ ആക്ഷൻ ആവാൻ ഒരു ലേശം പിറകോട്ടാണ്. ഓക്കെ, അതാണ് ഇവിടെ പ്രശ്നം വരുന്നത്. പക്ഷെ ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അബണ്ടൻസ് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് പേടി എനിക്ക് ഇല്ല പറ്റിയില്ലെങ്കിലോ നഷ്ടപ്പെട്ടാലോ എന്ന് ആ ഒരു പ്രഷർ നിങ്ങൾ അവനവന്റെ മേലെടുത്ത് വെച്ചിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾക്ക് ഫ്യൂച്ചർ ദൈവം യൂണിവേഴ്സ് പറയുന്നുണ്ട്, ഇല്ല നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾക്ക് അബണ്ടൻസ് ആണ് വരാൻ പോകുന്നത്, ആ ഒരു റിസ്ക് ഒന്ന് എടുക്കൂ എന്ന് പറയുന്നുണ്ട്. ഫുൾ കാർഡ് ഇവിടെ ഉണ്ട്. ആ ഒരു റിസ്ക് ഒന്ന് എടുത്ത് ചെയ്യൂ, കുഴപ്പമില്ല, എങ്ങാനും നഷ്ടങ്ങൾ വന്നാലും വീണ്ടും നമുക്ക് റിക്കവർ ചെയ്യാം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതിനുള്ള ഏസ് ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്നുണ്ട്, ബ്ലെസ്സിങ് തരുന്നുണ്ട്. ഓക്കെ, ആ കിങ് ഓഫ് സോഡ്സിന്റെ ലെവലിലേക്ക് എന്താ പറഞ്ഞേ, കിങ് ഓഫ് സോഡ്സ് ആവാ നിങ്ങൾ. ഓക്കെ, സോ നിങ്ങളോട് പറയുന്ന റിസ്ക് എടുത്തൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യമാണ്. ആൻഡ് നിങ്ങളുടെ മൈൻഡിൽ ഈ ഒരു നെഗറ്റിവിറ്റി ഒന്ന് മാറ്റുക. ഓക്കെ, നെഗറ്റീവ് തോട്ട്സ് മാറ്റുക, ചേഞ്ച് ചെയ്യുക, അവനവന്റെ തോട്ട്സിനെ മാറ്റുക. അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടും ചിലവർ നെഗറ്റീവ് പറയുന്നവരുണ്ടാവാം, അതിൽ നിന്നൊക്കെ നിങ്ങൾ മാറി നിൽക്കുക. ഓക്കെ, അതുപോലെ നമ്മൾ ചിലവർ വേണം വെച്ചിട്ട് നിങ്ങൾ തോൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവാം. ഓക്കെ, അവര് നിങ്ങളെ വലിയ മോട്ടിവേറ്റ് ചെയ്ത് കൂടെ നിൽക്കുന്നവരൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ടാവും. പക്ഷെ എവിടെയോ അവരെ നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാവും. ആക്ച്വലി നിങ്ങൾ ആലോചിച്ചാൽ ശരിക്കും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പിടികിട്ടും ആരാണ് നിങ്ങളുടെ സപ്പോർട്ട്, ആരാണ് അല്ലാത്തത്, എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അതിനനുസരിച്ച് നിങ്ങൾ ആക്ഷൻ എടുക്കാൻ തയ്യാറായാൽ നിങ്ങൾക്ക് 10 ഓഫ് പെന്റക്കിൾസ് അബണ്ടൻസിന്റെ കാര്യമാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ അപ്പോൾ ഈ അനുഭവിക്കുന്ന ഈ സ്ട്രെസ്സും കാര്യങ്ങളും അല്ലെങ്കിൽ ഈ ഒരു ടെൻഷൻ ഇത് വരുമ്പോൾ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ലൈഫിന്റെ ഒരു പർപ്പസ് ആയിട്ട് വരുന്നത്, നമ്മൾ അതുകൂടി നമുക്കൊന്ന് നോക്കാം. ചില ലെസൺസ് നമുക്ക് കിട്ടുകയാണ് അല്ലെ, ചില ലെസൺ നമ്മൾ പഠിക്കുകയാണ്. നമ്മൾ സ്ട്രോങ് ആവണം, സ്റ്റേബിൾ ആവണം, നമ്മൾ മീൻസ് ആക്ഷൻ എടുക്കാൻ കഴിയണം, നമുക്ക് വേണ്ടത് പറയാൻ സാധിക്കണം. അങ്ങനെയൊക്കെയുള്ള ലെസൺസ് പഠിച്ചു വരുമ്പോൾ എന്താണ് നിങ്ങളുടെ ലൈഫിന്റെ ഒരു പർപ്പസ്, എവിടേക്കാണ് നിങ്ങളെ ലീഡ് ചെയ്യുന്നത്? സപ്പോർട്ട്, ലീഡർഷിപ്പ്, കിങ് ഓഫ് സോഡ്സ് ആണ് ഞാൻ പറഞ്ഞത്. പ്രൊട്ടക്റ്റഡ്, സെൻസിറ്റിവിറ്റി, ബിൽഡർ, മ്യൂസിക്, സ്പീക്കർ, കൗൺസിലിംഗ് ഉണ്ട്. ഓക്കെ, ഒരു കരിയർ ചേഞ്ചിന്റെ കാര്യമാണ് മെയിൻ ആയിട്ട് കാണുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ചിലപ്പോൾ ഒരു മാറ്റം, നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ ചിലപ്പോൾ നിങ്ങൾ ജോലി വിട്ടിട്ട് ഒരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നതായിരിക്കാം. അപ്പൊ അവിടെ മറ്റുള്ളവർ നിങ്ങളെ തടയുന്നുണ്ടാവും. മറ്റുള്ളവർ പറയും അത് നടക്കില്ല എന്ന് ചിലപ്പോൾ നിങ്ങളെ ഡിമോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ പേടിപ്പിക്കുന്നുണ്ടാവാം. എന്നിട്ട് അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ചിലപ്പോൾ ഒരു ഫിയർ ഉണ്ടാവും എന്നിട്ട് അത് നടക്കില്ല എന്നുള്ളത്. പക്ഷെ ഇവിടെ പറയുന്നത് യുവർ ലൈഫ് പർപ്പസ് ഫുള്ളി സപ്പോർട്ട്സ് യു എന്നാണ്. ഓക്കെ, നിങ്ങൾ ലൈഫ് പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് ഒരു ഹീലർ അല്ലെങ്കിൽ ഒരു മറ്റുള്ളവരെ അങ്ങനത്തെ മാത്രമല്ല നമ്മുടെ ലൈഫ് പർപ്പസ്. മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യൽ മാത്രമല്ല, അവനവന് വേണ്ടിയും അവനവന്റെ ലൈഫ് ബെറ്റർ ആക്കുക എന്നുള്ളതും നമ്മുടെ ലൈഫിന്റെ പർപ്പസ് ആണ്. ഓക്കെ, നിങ്ങൾ ആക്ച്വലി ഒരു ലീഡർഷിപ്പ് ലെവലിൽ എത്തേണ്ട ആളാണ്. ഒരു ലീഡർഷിപ്പ് ലെവലിൽ നിൽക്കുമ്പോൾ എന്താ ഉണ്ടാവുക, നിങ്ങൾ അങ്ങനെ ഒരു നല്ലൊരു സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങണമെന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ നിങ്ങളൊരു ലീഡറായിട്ട് നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരെ കൂടി ലീഡ് ചെയ്യാൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ചിലപ്പോൾ ജോലി കൊടുക്കാൻ സാധിക്കുമായിരിക്കും. കുറച്ച് പേർക്ക് അതൊരു നല്ലൊരു കാര്യമല്ലേ, അതൊരു ലൈഫ് പർപ്പസ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. കുറച്ച് പേർക്ക് ജോലി കൊടുക്കാൻ പറ്റിയാൽ തന്നെ അതൊരു ബെനിഫിറ്റ് അല്ലേ. അങ്ങനെ ഉണ്ടാവാം. ടേക്ക് ചാർജ് ഓഫ് ദി സിറ്റുവേഷൻ. നിങ്ങളോട് പറയുന്നത് അതാണ്, നിങ്ങളോട് ചാർജ് എടുക്കാനാണ് പറയുന്നത്. നിങ്ങളോട് ഈ ഒരു സിറ്റുവേഷനിൽ ആക്ഷൻ എടുക്കാൻ തയ്യാറാവുക. നിങ്ങൾ ലീഡർഷിപ്പ് ലെവലിലേക്ക് നിങ്ങൾ വരിക. അവിടെ കിങ് ഓഫ് സോഡ്സ് ഇവിടെ ഉണ്ടായിരുന്നു ഇടയിൽ കേട്ടോ. കിങ് ഓഫ് സോഡ്സ്. അപ്പൊ നിങ്ങൾ ആ ഒരു ലെവലിലേക്ക് വരിക എന്നാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ അത് ആക്ച്വലി നിങ്ങളുടെ ഈ ഒരു ആക്ഷൻ, ഓക്കെ, നിങ്ങളൊരു ബോൾഡായിട്ട് ഒരു സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരെ കൂടി ഇൻസ്പയർ ചെയ്യും. അങ്ങനെയുണ്ട്. ഓക്കെ, പ്രൊട്ടക്റ്റഡ് ആണ്, നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്, പേടിക്കണ്ട. ഓക്കെ, നിങ്ങൾ കരിയർ എന്തെങ്കിലും മാറാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ചിലപ്പോൾ ജോലി വിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാനോ എന്തെങ്കിലും ആലോചിക്കുന്നതായിരിക്കാം. അതുകൊണ്ട് മറ്റുള്ളവർക്ക് കൂടി ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ള ഒരു കാര്യം. ആൻഡ് നിങ്ങൾക്കും അത് നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്, നിങ്ങൾ സേഫ് ആണ് എന്നാണ് പറയുന്നത്. നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും, അതിൽ ബെനിഫിറ്റ് കിട്ടും എന്നാണ്. യു ആർ ബിക്കമിങ് മോർ സെൻസിറ്റീവ് ആൻഡ് നീഡ് ടു മേക്ക് ചേഞ്ചസ് അക്കോർഡിംഗ്. ഒരുപാട് സെൻസിറ്റീവ് ആവാതിരിക്കുക, ഇമോഷണൽ ആവാതിരിക്കുക.
ഓക്കെ, ഇമോഷണൽ ആയിട്ട്, അതാണ് ഞാൻ പറഞ്ഞ ലോസിന്റെ കാര്യം. നിങ്ങൾക്ക് ആ ഒരു പേടിയാണ് ദറ്റ് ഓക്കെ എനിക്ക് നഷ്ടപ്പെട്ടാലോ എന്നുള്ളൊരു പേടിയാണ്. ഇമോഷണൽ ആവാതിരിക്കുക, ഒരുപാട് ഇമോഷണൽ ആവരുത്, കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങളെ കാണാൻ തുടങ്ങാം. ബിൽഡർ എന്ന് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്തൊക്കെയോ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം, അങ്ങനത്തെ കാര്യങ്ങൾ പറയാം. ബിൽഡിംഗ് എന്ന് മാത്രമല്ല, എന്തും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ ചിലപ്പോൾ താല്പര്യങ്ങൾ ഉണ്ടാവാം. നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി സെല് ചെയ്യാനോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ആഗ്രഹമൊക്കെ ആയിരിക്കാം, അങ്ങനത്തെ ആ കാര്യം. പക്ഷെ നിങ്ങൾ എന്തെങ്കിലും അങ്ങനെ ഒരു ഹോബി ആയിട്ടുള്ളതിനെ നിങ്ങൾ ഡെവലപ്പ് ചെയ്താൽ നിങ്ങൾക്കത് ഫുള്ളി സപ്പോർട്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾക്കൊരു കരിയറായിട്ട് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും എന്നുകൂടിയാണ് കേട്ടോ. അങ്ങനെ കൂടിയാണ് പറയുന്നത്. മ്യൂസിക് ഉണ്ട്, യുവർ കണക്ഷൻ ടു മ്യൂസിക് ഇസ് ഹീലിംഗ് ഫോർ യുവർ സെൽഫ് ആൻഡ് അതേഴ്സ്. ചിലവർക്ക് ഞാൻ പറഞ്ഞ പോലെ മ്യൂസിക്കിനോട് താല്പര്യം ഉണ്ടാവാം. ഓക്കെ, ആ മ്യൂസിക് കൊണ്ട് നിങ്ങൾ ചിലപ്പോൾ കുറച്ചുകൂടി പേര് കേട്ടൊരു വ്യക്തിയാവും, അല്ലെങ്കിൽ അതിലൊരു നിങ്ങൾക്ക് കുറെ കൂടി മുന്നോട്ട് പോകാൻ സാധിക്കും, നിങ്ങൾക്ക് അതിലൊരു ഗ്രോത്ത് കാണും എന്നൊക്കെ പറയുന്നുണ്ട്. ആ മ്യൂസിക് കൊണ്ട് മറ്റുള്ളവർക്ക് ഹീലിംഗ് കിട്ടും എന്നാ പറയുന്നത്. ഓക്കെ, അതും ഒരു ഇൻസ്പിറേഷൻ ആണ്. ഇതൊക്കെയാണ് ഞാൻ പറയുന്നത്. ഞാൻ സ്പീക്കർ എന്നും ഉണ്ട്. ചിലവർക്ക് യുവർ ലൈഫ് പർപ്പസ് ഇൻവോൾവ്സ് യുവർ സ്കിൽസ് ഓഫ് ഒറേഷൻ. ചിലർ ആക്ച്വലി ഏസ് ഓഫ് വോൺസ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞല്ലേ, നിങ്ങൾക്ക് എവിടെയോ കമ്മ്യൂണിക്കേഷൻ്റെ നല്ല പവർ ഉണ്ട്. ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്കൊരു സ്പീക്കർ ആവാൻ സാധിക്കും. ഓക്കെ, മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും മറ്റുള്ളവരെ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാനും സംസാരിക്കാനും നിങ്ങൾക്ക് ആൾക്കാരെ കൺവിൻസ് ചെയ്യാനും ഒക്കെ ഉള്ള കഴിവുണ്ടാവാം. ഓക്കെ, അതൊക്കെ ആൾക്ക് സപ്പോർട്ടായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് പർപ്പസിലേക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, പുറത്തിറങ്ങി പോയി നിങ്ങൾ അങ്ങനെ ഒരു സോഷ്യൽ വർക്കറായിട്ട് അങ്ങനെയല്ല, പക്ഷെ നിങ്ങളുടെ ലൈഫിന്റെ നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അവരെ ഇൻസ്പയർ ചെയ്യാനൊക്കെ കഴിഞ്ഞാൽ, ഓക്കെ, നിങ്ങളൊരു ലീഡർഷിപ്പ് ലെവലിലൊക്കെ നിൽക്കുമ്പോൾ നിങ്ങൾ ആ ഇമോഷണൽ സെൻസിറ്റിവിറ്റി ആണെന്ന് പറഞ്ഞില്ലേ, അതിൽ നിന്നൊക്കെ പുറത്ത് വന്ന് നിങ്ങൾ ബോൾഡ് ആയിട്ടൊക്കെ നിങ്ങൾ നിൽക്കുമ്പോൾ അത് മറ്റുള്ളവരെ കൂടി ഇൻസ്പയർ ചെയ്യും. ഓക്കെ, അത് തന്നെ വലിയൊരു കാര്യമാണ് അല്ലേ. സോ അതാണ് നിങ്ങളുടെ ലൈഫിന്റെ പർപ്പസ്. ഓക്കെ, നല്ലൊരു ദിവസമായിരിക്കട്ടെ എല്ലാവർക്കും. നന്ദി, നമസ്കാരം.